ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തേർഡ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അതിൽ ആക്ടിവിറ്റി ബേസ്ഡുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 6 എണ്ണമാണ് നമ്മൾ എടുത്ത് പഠിച്ചത്. റോൾ പ്ലേ, സിമുലേഷൻ, ഇൻസിഡൻറ്റ് മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഗെയിംസ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ എക്സസൈസസ്. സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്യണം, മെറിറ്റ്സ് മെൻഷൻ ചെയ്യണം, പ്രിക്വേഷൻസും മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതി എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിൽ കൂടാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് റോൾ പ്ലേ. അത് ഈ എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേ മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പോയിൻറ്റ്സുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ എസ്സേ ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം എഴുതണം. ഇനി അതുകൂടാതെ തന്നെ ഈ ക്ലാസിഫിക്കേഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കേസ് സ്റ്റഡി മെത്തേഡ്. ഈ കേസ് സ്റ്റഡി മെത്തേഡും ഇതേപോലെ തന്നെ റോൾ പ്ലേ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കേസ് സ്റ്റഡീൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സുകളും ഏതൊക്കെയെന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് എസ്സേ മോഡലിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ റോൾ പ്ലേയിങ് കേസ് സ്റ്റഡിയും ആണെങ്കിൽ പോലും അത് ഷോർട്ട് ആൻസർ ആയിട്ട് കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഏരിയയിൽ 3 ക്വസ്റ്റ്യൻസ് 100% നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനും, 2 ഈ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിലെ ടൈപ്സിൽ വരുന്ന പ്രധാനപ്പെട്ട 2 റോൾ പ്ലേയും കേസ് സ്റ്റഡി മെത്തേഡും. ഓക്കെ, മറ്റുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏരിയ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ആ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ഏരിയയിലെ എല്ലാ പോയിൻറ്റ്സുകളുമാണ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയും. ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ അത് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ടൈപ്സ്. ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്സ് നോക്കുമ്പോൾ അതിൽ വരുന്ന ഏരിയയാണ് കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്. ഈ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡിനെ തന്നെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിൽ ഡിസ്ക്രൈബ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ അതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്ന്, എന്താണ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ കോൺസെപ്റ്റും ഡെഫിനിഷനും, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ടൈപ്സ്. ഇതിൻ്റെ ടൈപ്സിൽ പ്രധാനമായിട്ടും 2 ടൈപ്സുകളാണ് വരുന്നത്. ഒന്ന് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷനും, 2 ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കിനെ തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്, കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കിനെ തന്നെയാണ് കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ 2 ടൈപ്സ് സെപ്പറേറ്റ് തന്നെ ചോദിക്കാൻ നമ്മളോട് സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ഡിസ്ക്രൈബ്, അതായത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനെ ജനറൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് 2 ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സും. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തരുന്നത്. ഒറ്റ തവണ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേർഡ് നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും എന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഈ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സോ എന്താണ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ? ഇൻ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ ഗ്രൂപ്പ് ഓർ സബ് ഗ്രൂപ്പ്സ് വെയർ ഓൾ മെമ്പേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷന് ഗ്രൂപ്പുകളാക്കി തിരിക്കുകയോ അതല്ലെങ്കിൽ സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കുകയോ ചെയ്യും. നമ്മൾ ക്ലാസ്സിനെ സബ് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് അവർക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ത്രൂ ദെയർ ഇൻട്രാക്ഷൻ സ്റ്റുഡൻസ് ഒബ്റ്റെയിൻ ക്രിറ്റിക്കൽ എബിലിറ്റി ടു എക്സാമിൻ അതേഴ്സ് വ്യൂസ്, എക്സ്പ്രസ് ദെയർ ഓൺ വ്യൂസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി.
അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്, അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് നേടാൻ പറ്റുന്നത്? അത് ക്രിട്ടിക്കൽ എബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിയുന്നുണ്ട്, അവരുടെ തന്നെ കാഴ്ചപ്പാടുകളെ കൺട്രോൾ ചെയ്യാനും അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കൊരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വെൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഗിവൺ, സ്റ്റുഡൻറ്റ് ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ് എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ക്യാരി ഔട്ട് ദെയർ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലാണ് ആ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താണ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിനെ തന്നെ പല സബ് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഓരോ ടോപ്പിക്കുകൾ കൊടുത്തിട്ട് അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പഠനങ്ങൾ നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? വെൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് സ്റ്റുഡൻസ് ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് കോൾഡ് group controlled instruction. Students carry out the instructional activities together. Students carry out the instructional activities together in a group. ആ ഗ്രൂപ്പിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. Group controlled instruction is based on the fact that every members of the group actively participates in the instructional activity. Learning takes place due to interaction among the group members and learning by doing work ഇൻ ദി ഗ്രൂപ്പ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഈച്ച് അതർ. അതായത് ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്ത്, കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്ത്, കുട്ടികൾ പരസ്പരം അവരവരുടെ കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്ത് അതിൽ മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തി കറക്റ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണിംഗ് ബൈ ഡൂയിങ്ങും ഏതിൽ തന്നെ നടക്കുന്നുണ്ട്? ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അതിൽ പ്രധാനമായിട്ടും ഇതിൽ കുട്ടികളിൽ എഫക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ ദീസ് മോഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് കോമ്പീറ്റിംഗ് വിത്ത് വൺ അനദർ, ഡിഫീറ്റിംഗ് വൺ അനദർ. ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ കോമ്പിറ്റൻസി ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കിടപിടിക്കുന്ന ഒരു സാഹചര്യം കുട്ടികളിൽ വളർന്നു വരുന്നുണ്ട്. ഇറ്റ് സ്പോയിൽസ് ദ ഇന്നസെൻറ്റ് ഫൺ ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് സ്റ്റുഡൻസ്. ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ്സ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളജ്. അതായത് ഇവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് പരസ്പരം തെറ്റുകൾ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് മെമ്മറിയുള്ള അല്ലെങ്കിൽ ഡീപ്പ് ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നു, കുട്ടികൾ സംഭവിക്കുന്നു. It develops the power of expression, critical thinking, tolerance, belongingness, trust, ടീം സ്പിരിറ്റ്, ഹാബിറ്റ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. ഈ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം കുട്ടികളിൽ എന്തുണ്ടാകുന്നുണ്ട്? വളർച്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് കോൺസെപ്റ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അടുത്തായി നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനാണ്. ഈ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്നും മറ്റൊന്ന് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്നുമാണ്. ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്നുമാണ്. ഈ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കിനെ തന്നെയാണ് കോപ്പറേറ്റീവ് മെത്തേഡ് എന്നും പറയുന്നത്. സോ നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതുകൂടാതെ തന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ ഇതിനോട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിന് സബ്ബായിട്ട് ഒരു ഡിവിഷനായിട്ട് ടൈപ്സായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വേണമെങ്കിൽ ടൈപ്സിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള രണ്ട് ഏരിയകളാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സും എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ? ഇൻ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ സ്റ്റുഡൻസ് മേക്ക് എ പ്രസൻറ്റേഷൻ ഓൺ സം ടോപ്പിക് ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയും അത് ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ആ ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡിസ്കഷൻ നടത്തുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. ത്രൂ ഇൻട്രാക്ഷൻ ദേ അക്വയർ ദ എബിലിറ്റി ടു ക്ലിയർലി എക്സ്പ്രസ് ദെയർ വ്യൂസ്, ക്രിട്ടിക്കലി എക്സാമിൻ അതേഴ്സ് വ്യൂസ് ആൻഡ് ടോളറേറ്റ് അതേഴ്സ് വ്യൂസ് ആൻഡ് റിയാക്ഷൻസ്. അതായത് അവർക്ക് ക്ലിയറായിട്ട് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയത് എക്സ്പ്രസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വ്യൂസിനെ ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യുകയും എന്നിട്ട് അത് സഹിഷ്ണുതയോടുകൂടി, ക്ഷമയോടുകൂടി, പക്വതയോടുകൂടി അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യും.
അതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി PG ലെവലിലൊക്കെ അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ 3 സെഷനിലാണ് അഡ്മിഷൻ നടക്കുക. അതിലൊന്ന് റിട്ടേൺ എക്സാമിനേഷൻ കൊടുക്കുന്നു, മറ്റൊന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു, മറ്റൊന്ന് ഇൻ്റർവ്യൂ നടത്തുന്നു. അതിൽ നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷനെയാണെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനെ തന്നെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരുന്നു, അതിന് ഇൻവിജിലേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡറേറ്റർ ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ ഒരു കൺട്രോളർ ഉണ്ടാവും. ആ കൺട്രോളർ ടോപ്പിക്ക് നമുക്ക് തരുന്നു, ആ കൺട്രോള് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ ഓരോരുത്തരിലുമുള്ള മാറ്റങ്ങളും അവരുടെ കോൺസെപ്റ്റ് എക്സ്പ്രഷനും മറ്റുള്ള കുട്ടികളുടെ ഉള്ള പരിഗണനയും അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അസസ്മെൻറ്റ് നടത്തി ഈ കുട്ടിക്ക് ആ ഒരു ഏരിയയിൽ നല്ല സ്കില്ലുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിനാണെന്ന് പറഞ്ഞാൽ ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടത്തുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടാവും, അതായത് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും. അവരായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അതിനെയാണ് ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ സെൻസ് കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ദ സ്റ്റുഡൻസ് ഡെവലപ്പ് ദെയർ എക്സ്പ്രഷൻ, പവർ, ടോളറേറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് എബിലിറ്റി ടു ആർഗ്യൂ വിത്തൗട്ട് കോസിങ് ഒഫൻസ്. അതായത് ഒരു കുട്ടികളോട് വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ഇല്ലാതെ ആർഗ്യൂ ചെയ്യാനും അതിനെ ഓപ്പോസ് ചെയ്യാനും അതിനനുസരിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് എബിലിറ്റി ടു ആർഗ്യൂ വിത്തൗട്ട് കോസിങ് ഒഫൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റ് തരത്തിലുള്ള എക്സ്പ്രഷൻ പവർ അവരിലുണ്ടാവുന്നു, ടോളറൻസ് പവർ ഉണ്ടാവുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വളരുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷനിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്ന് വരുന്നുണ്ട്. ഇൻ ദീസ് ഡിസ്കഷൻ സെഷൻസ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ബൈ ചില ചോദ്യങ്ങൾ ചോദിക്കുക, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുക, ഗിവിങ് ദെയർ ഓൺ വ്യൂസ്, അവരുടെ വ്യൂസ് നൽകുക, മറ്റുള്ളവരുടെ വ്യൂസ് കേൾക്കുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, എന്നിട്ട് ആ ഓപ്പോസിറ്റുള്ള ആ കുട്ടികളുടെ വ്യൂസിനെ ആർഗ്യൂ ചെയ്യുക, എന്നിട്ട് ഒരു തീരുമാനം എടുപ്പിക്കുക. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ദെൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസിക് എലമെൻസുകളായിട്ട് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ എടുത്ത് പറയുന്നു. 1 ചെയർപേഴ്സൺ, 2 സ്പീക്കർ, 3 പാർട്ടിസിപ്പൻസ്, 4 റെക്കോർഡർ. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ബേസിക് എലമെൻസുകൾ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരുന്നുണ്ട്. എന്താണ് ചെയർപേഴ്സൺ? കോർഡിനേറ്റർ അല്ലെങ്കിൽ ടീച്ചർ തന്നെ, അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സ്പീക്കർ എന്ന് പറയുന്നത് പ്രസൻറ്റ് എ ബ്രീഫ് നോട്ട് അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബ്രീഫ് നോട്ട് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ചെയർപേഴ്സൺ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അതിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അങ്ങനെ എന്തും ചെയ്യാം. അതിനാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ദെൻ പാർട്ടിസിപ്പൻസ്, നമ്മൾ ഗ്രൂപ്പ് കുട്ടികളെയാണ് പാർട്ടിസിപ്പൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക, ഇതിനെ സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. അത്തരം പ്രോസസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേസിക് എലമെൻസുകൾ ഉൾച്ചേർന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു എന്താണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ആ ഒരു വിങ്ങിനെയാണെന്ന് പറയുന്നത്. ടോട്ടലായിട്ടുള്ള വിങ്ങിനെ ചെയർപേഴ്സൺ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോളർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇനി അതിൽ തന്നെ ഒരാൾ തന്നെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരാൾ തന്നെ സ്പീക്കറായിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ കൊടുക്കുന്ന രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും. ദെൻ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് തരാം, അപ്പോൾ ആ നോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ പ്രധാനമായിട്ടുള്ള ബേസിക് എലമെൻസുകൾ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരുന്നത് ചെയർപേഴ്സൺ, സ്പീക്കർ, പാർട്ടിസിപ്പൻസ് ആൻഡ് റെക്കോർഡർ. അതുകൂടാതെ തന്നെ പ്രധാനപ്പെട്ട ഫേസസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ഫേസുകൾ എന്ന് പറയുന്നത് 3 ഫേസുകളാണ് ഇതിലെടുത്ത് പറയുന്നത്. 1 പ്രീ ഇൻട്രാക്റ്റീവ് സെഷൻ എന്നും പറയുന്നുണ്ട്, 2 കണ്ടക്റ്റിംഗ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നുണ്ട്, 3 പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നുണ്ട്. പ്രീ ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഏരിയയാണ്. അതേപോലെ തന്നെ കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ്. പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആഫ്റ്റർ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷനും അതിൻ്റെ അസസ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രീ ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരുന്ന സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസൈൻ സെപ്പറേറ്റ് വെയിറ്റേജ്, അലോക്കേഷൻ ഓഫ് ടോപ്പിക്, ഡിസൈഡ് ദ ഡേറ്റ്സ് ഓഫ് പ്രസൻറ്റേഷൻ, then guiding and motivating, making seat arrangements, student orientation, write-up circulation, teacher demo. ഇങ്ങനെ 8 ഏരിയകളാണ് ഏതിൽ വരുന്നത്? പ്രീ ഇൻട്രാക്റ്റീവ് സെഷൻസിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന രീതിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? അസൈനിങ് സെപ്പറേറ്റ് വെയിറ്റേജ്, allocation of topics, decide the dates of presentation, guiding and motivation, making seat arrangements, student orientation, write-up circulation, teacher demo.
ഓക്കെ, ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സർക്കിളിലായിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സുകൾ നടത്തുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പോയിൻ്റ് ഔട്ടുകൾ മാത്രം ചെയ്തിട്ടുള്ളത്. ഈ പോയിൻറ്റ്സുകൾ മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് എസ്സേ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുള്ളതാണ്. ഈ ഇൻട്രാക്റ്റീവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചെയർപേഴ്സൺ ആണ്. ഈ കണ്ടക്ടിങ് നടത്തുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ചെയർപേഴ്സൺ ആണ് എന്നുള്ളതാണ്. ഇറ്റ് വുഡ് ബി അഡ്വൈസബിൾ ദാറ്റ് ദ ടീച്ചർ ഷുഡ് ഫങ്ഷൻ ആസ് ദ ചെയർപേഴ്സൺ ടു കണ്ടക്ട് ദി പ്രൊസീഡിങ്സ്. ടീച്ചർ കുഡ് ഫങ്ഷൻ ആസ് ആൻ എലാബറേറ്റർ, മോഡറേറ്റർ ആൻഡ് കൺട്രോളർ. അതുകൂടാതെ തന്നെ സം ഓഫ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ടീച്ചർ ഹാസ് ടു പെർഫോം ആർ, മറ്റു തരത്തിലുള്ള ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഇനീഷ്യേറ്റർ ലെവലിൽ നിൽക്കുന്നു, മോട്ടിവേറ്റർ ലെവലിൽ നിൽക്കുന്നു, ഫെസിലിറ്റേറ്റർ ലെവലിൽ നിൽക്കുന്നു, എലാബറേറ്റർ ലെവലിൽ നിൽക്കുന്നു, മോഡറേറ്റർ ലെവലിൽ നിൽക്കുന്നു, കൺട്രോൾ ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് സെഷൻസിൽ കണ്ടക്റ്റിംഗ് ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. അത് ഓൾമോസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും അതിൻ്റെ ഇൻചാർജ് ഏറ്റെടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു 6 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതിയാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ ഉൾപ്പെടുത്താൻ പറ്റും. എന്താണ് മോട്ടിവേറ്റർ, എന്താണ് ഫെസിലിറ്റേറ്റർ, എന്താണ് എലാബറേറ്റർ, എന്താണ് മോഡറേറ്റർ, എന്താണ് കൺട്രോളർ. അത് കഴിഞ്ഞതിന് ശേഷം ക്ലോസിങ് ദ ഇൻട്രാക്റ്റീവ് സെഷൻ. ഈ ക്ലോസിങ് ദ ഇൻട്രാക്റ്റീവ് സെഷൻസിനും ആരുടെ ഉത്തരവാദിത്തം തന്നെയാണ്? ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. അത് കൺക്ലൂഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിലേക്ക് പോവുക എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഏതിൽ വരണം? ഈ കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ പ്രധാനമായിട്ടും 3 എണ്ണമുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് പ്രീ ഇൻട്രാക്റ്റീവ് സെഷനാണ്. അതിൽ കുറേ ആക്ടിവിറ്റീസാണ്, 8ഓളം ആക്ടിവിറ്റീസുകളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത് അത് നടത്തുക എന്നുള്ളതാണ്. കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷനാണ്. അതിൽ ടീച്ചറുടെ റോളുകൾ, ഓരോ ടീച്ചറുടെയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റോളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ വരുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പോസ്റ്റ് ഇൻട്രാക്റ്റീവ് session in activities is to integrate these activities with the entire instruction. അപ്പോൾ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനം വരെയുള്ള കുട്ടികളുടെ പലതരത്തിലുള്ള വ്യൂസിനെയും കാഴ്ചപ്പാടുകളെയും പ്രസൻറ്റേഷനെയും മൊത്തത്തിലുള്ള ഇൻ്റഗ്രേഷനാണ്, കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കോമൺ ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. ദ ടീച്ചർ ബീങ് ദ ഓർഗനൈസർ ഓഫ് ആൻ ഇൻട്രാക്റ്റീവ് സെഷൻ ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ about what proceeds and succeeds an interactive session. ആ ഇൻട്രാക്റ്റീവ് സെഷൻസിൽ എന്തൊക്കെയാണ് പ്രൊസീഡ് ചെയ്തത്, എന്തൊക്കെയാണ് സക്സീഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഓർഗനൈസർ എന്ന നിലയിൽ ടീച്ചർ അത് കൺക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ദ ടീച്ചർ ഹാസ് ടു അണ്ടർടേക്ക് സം ഓഫ് ദി പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ ആക്ടിവിറ്റീസ് ഇൻ ദി സ്കൂൾ. ഓക്കെ, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓർഗനൈസിങ് ലെക്ചർ ഡിസ്കഷൻ. 2, പ്രൊവൈഡിങ് റെഫറൻസസ് ആൻഡ് എൻകറേജിങ് ദം ടു യൂസ് ലൈബ്രറി റിസോഴ്സസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. ഓർഗനൈസിങ് പ്രാക്ടിക്കൽ ഓർ ഫീൽഡ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഇഫ് നെസസറി ദീസ് മേ ബി ഡിസ്കസ്ഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക വഴി പല കുട്ടികൾക്കും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കിട്ടാതെ വരും. എന്നാൽ ആ ഒരു അറിവിലേക്ക് കുട്ടികൾ കയറുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടാവും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടണം, കൂടുതലായിട്ട് അറിയണം എന്നുള്ളത്. അത്തരത്തിലുള്ള സാഹചര്യം കുട്ടികൾ ജനിക്കുക വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലൈബ്രറിയിൽ ഇന്ന ബുക്കുകൾ, ഇന്ന രീതിയിൽ, ഇന്ന റെഫറൻസുകൾ, നെറ്റിൽ ഇന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതിൽ മൂന്നാമതായിട്ട് വരുന്നത് എന്ത്? ചീഫ് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ ദ ഫോളോവിങ്. അതായത് പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ ആക്ടിവിറ്റീസിൽ വരുന്ന ഫസ്റ്റ് വൺ ഓർഗനൈസിങ് ലെക്ചർ ഡിസ്കഷൻ ആണ്. സെക്കൻഡ് വൺ പ്രൊവൈഡിങ് റെഫറൻസസ് ആൻഡ് എൻകറേജിങ് ദം എന്നുള്ളതാണ്. മൂന്നാമത്തത് അസസിങ് ദ ഗെയിൻ ഇൻ ദെയർ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അസസിങ് ദ ഗെയിൻ ഇൻ ദെയർ നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവരിൽ വളർന്നു വന്നിട്ടുള്ള അറിവുകളും അവരുടെ സ്കില്ലുകൾ വളർന്നു വന്നിട്ടുള്ള സ്കിൽസും അതേപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും അസസ്മെൻറ്റ് നിർബന്ധമാണ്. ഈ ആറ്റിറ്റ്യൂഡൊക്കെ കുട്ടികൾ ഓപ്പോസ് ചെയ്യുക, വെറുപ്പോടുകൂടി, ദേഷ്യത്തോടു കൂടിയൊക്കെ പ്രതികരിക്കുന്ന രീതി, നല്ല വയലൻ്റ് ആയിട്ടൊക്കെ പ്രതികരിക്കുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ആറ്റിറ്റ്യൂഡ് ലെവൽ വളരെ ലോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റും. സോ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട 3 ഏരിയകൾ: പ്രീ ഇൻട്രാക്റ്റീവ് സെഷൻ 1, രണ്ടാമത്തേത് കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷൻ 3, പോസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്നിങ്ങനെയാണ്.
സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിൻ്റെ ഏരിയയാണ്, രണ്ടാമത്തെ ഏരിയയാണ്. അതിൽ കോൺസെപ്റ്റും ഡെഫിനിഷനും പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ. ആ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൽ പ്രധാനമായിട്ടും ഫേസസും അതേപോലെ തന്നെ അതിൻ്റെ മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് മാത്രം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇത്രയും എസ്സേ ആയിട്ട് തന്നെ എഴുതാനുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്നുള്ളതും ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സ് വർക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.